പത്തനംതിട്ട കോയിപ്പുറത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന കേസിൽ ഹണി ട്രാപ്പിന് പുറമെ ആഭിചാരക്രിയയും നടന്നിട്ടുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ സമാന കേസും കോയിപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. അടിമുടി ദുരൂഹതയാണ് ഈ കോയിപ്പുറത്തെ കേസിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. ഈ ജയേഷും രശ്മിയും ഇവർ എന്തിന് ഇത്രത്തോളം പൈശാചികമായി ആ രണ്ട് യുവാക്കളോട് പെരുമാറി, അതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഇപ്പോഴും പോലീസിന് എത്താനായിട്ടില്ല എന്നതാണോ സാഹചര്യം? അത് തന്നെയാണ് പ്രധാനമായ കാരണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി പോലീസ് നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലും തുടരും. ഇവരെ കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ പോലീസ് ആ കാര്യം പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെ കസ്റ്റഡിയിൽ ഇവരെ വീടുകളിൽ തെളിവെടുത്തതിന് ശേഷമാണ് റിമാൻഡ് വീണ്ടും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും. ഇവരെ കസ്റ്റഡി വാങ്ങിയതിനു ശേഷം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതി രശ്മിയുടെ ഫോണിൽ 5 വീഡിയോ ക്ലിപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചില നിർണായക തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ ക്രൂരമായി മർദ്ദിച്ച രശ്മിയും ഈ ജയേഷിന്റെയും ഫോണുകൾ, അതായത് രശ്മിയുടെ ഫോണിൽ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞത്. അതേസമയം ജയേഷിന്റെ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും ഈ ജയേഷ് പോലീസിനോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ തെറ്റിച്ചു പറയുകയും പല പ്രാവശ്യം പല തെറ്റായ പാസ്വേഡുകൾ പറയുകയൊക്കെ ചെയ്ത് പോലീസിനെ ആകെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാണ് ജയേഷ് ചോദ്യം ചെയ്യലിലും ഒക്കെ സഹകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹകരിക്കാത്ത അത്തരം കാര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. അത്തരം ദൃശ്യങ്ങൾ കൂടി പോലീസ് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കിട്ടിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവ് എങ്ങനെയാണ് യുവാക്കളെ മർദ്ദിച്ചത്, അതുപോലെ ഏത് വിഷയങ്ങളാണ് ഇതുമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. അതിലുപരി ഈ ആലപ്പുഴ സ്വദേശിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ ആലപ്പുഴ സ്വദേശിയും രശ്മിയുമായി ഇത് ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ട് ആലപ്പുഴ സ്വദേശിയുടെ വീണ്ടും വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ള റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും രണ്ടുപേരെയും മർദ്ദിക്കാനുള്ള കാര്യം രശ്മിയുമായി ചില ബന്ധങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അത് സൗഹൃദത്തിനപ്പുറത്തേക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ തന്ത്രപൂർവ്വം ജയേഷ് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ച സാഹചര്യമുണ്ട്. അത് ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടുള്ളവര് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ കാര്യം ഈ ഭാര്യയുമായി ചില ബന്ധങ്ങൾ ഈ രണ്ട് പ്രതികൾക്കും ഉണ്ടായിരുന്നു. അത് ഫോട്ടോയും തെളിവുകളും ഒക്കെ ഏകദേശം പോലീസിന്റെ കൈവശമുണ്ട്. അത്ര സാഹചര്യത്തിലേക്കാണ് ആ തെളിവുകൾ വഴിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ രശ്മി ഈ കാര്യം പറയുകയും ചെയ്തു ജയേഷിനോട്. അതുകൊണ്ട് അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് അവരെ മർദ്ദിക്കും തന്നെയാണ് ജയേഷ് തീരുമാനിച്ചത്. അത് രണ്ടുപേരുടെ കൂടി തീരുമാനിച്ചാണ്. അതിന് രശ്മി അനുസരിച്ചാണ് ഇവരെ വീട്ടിൽ വിളിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ വിഷയം പുറത്തു പറയാതെ ഇത്ര ക്രൂരമായ മർദ്ദനം അവർ കേട്ടിട്ടും ഈ കാര്യം വെളിയിൽ പറയരുത്, ഈ ഒരു കേസ് കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ചില സൂചന പോലീസ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെളിവുകൾ കൂടി ഇതിനുണ്ടാവണം. അത്തരം കാര്യങ്ങൾ തെളിവുകൾ പോലീസ് ശേഖരിക്കേണ്ടതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ. നിലവിലുള്ള കാര്യത്തിൽ ഈ രണ്ട് പ്രതികളും, അതായത് ഈ പരാതിക്കാരായ രണ്ടുപേരും, ഒന്ന് ആലപ്പുഴ സ്വദേശിയും രണ്ട് പത്തനംതിട്ട റാന്നി സ്വദേശിയും, ഈ രണ്ടുപേരും ഈ ജയേഷുമായി അടുത്ത ബന്ധമുള്ളവരാണ്. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ മുൻ പരിചയക്കാരുമാണ്. രശ്മിക്കും ഇവരെ അറിയാം. ആ ഒരു സാഹചര്യം, ആ ഫോണിൽ നിന്നും ചില ദൃശ്യങ്ങൾ പോലീസ് ജയേഷ് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയതിന്റെ പേരിലാണ് ഈ കഴിഞ്ഞ 1-ാം തീയതി 5-ാം തീയതി ഈ രണ്ടുപേരെയും 2 ദിവസങ്ങളിലാണ് സെപ്റ്റംബർ 1-നും സെപ്റ്റംബർ 5-നും വീട്ടിൽ വിളിച്ച് വരുത്തിയതിനു ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടത്തുകയും ഈ ദൃശ്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഇവരെ പറഞ്ഞ് ഇവരെ ഉപേക്ഷിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇവർ ഈ പരാതി പോലീസിനോട് പറയാൻ ഇവർ പ്രധാനമായും മടിച്ചിരുന്നത്. കാരണം മാനക്കേട് ഓർത്ത് പറയാതിരുന്നതാണ്. നേരെ മറിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തി മർദ്ദിച്ചൊരു കേസാണെങ്കിൽ പോലീസിന്റെ മുന്നിൽ വന്നേനെ. പക്ഷേ നിലവിലത്തെ സാഹചര്യം ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടെന്ന് പുറത്തു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ ഈ പരാതി പറയുന്നത്. പക്ഷെ വിശദമായ ചോദ്യം ചെയ്ത് മാത്രമേ ഇത് ഹണി ട്രാപ്പാണോ അതോ മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ഈ മൊബൈൽ ഫോണിൽ ഈ വ്യക്തിയുമായി ചില ബന്ധങ്ങളാണ് ഇതിന് കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഇനി ആഭിചാരമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മൊബൈൽ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതായത് ജയേഷിന്റെ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്തായാലും പോലീസ് ഒരു കൃത്യമായ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുക. എന്തായാലും നേരത്തെ സമാനമായ രീതിയിൽ ഇവർ ആരെങ്കിലും തരത്തിൽ
വീട്ടിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. എന്തായാലും ജയേഷ് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ആളാണ് എന്നുള്ള കാര്യമാണ്. വളരെ സാഡിസ്റ്റായ സൈക്കോ മൈൻഡുള്ള ആളാണെന്ന് കൂടി അയൽവാസികൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇവരുടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും അത് പ്രകടമാണെന്നും പോലീസ് പറയുന്നുണ്ട്. അതായത് ക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് ഏറ്റിട്ടുള്ളത്. അതിന് കാരണം, ഈ മർദ്ദിക്കാനുള്ള കാരണം ഈ രശ്മിയുമായി ഇവർക്ക് ഉള്ള ചില കാറ്റുകളും ചില ബന്ധങ്ങളുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനെയൊക്കെ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചാൽ കൃത്യമായ ആ കാര്യങ്ങളായിരിക്കും പോലീസ് ഒരുപക്ഷെ ആ നിഗമനത്തിലെത്തുക. അതുകൊണ്ട് തന്നെ അത് സംശയിക്കാനുള്ള കാരണം ഈ രണ്ടുപേരും പരാതി പറയാനിരുന്നതാണ്. ഇത് പ്രധാനമായും പോലീസിനെ സംശയിക്കാനുള്ള കാരണം അരിയാണ്. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പത്തനംതിട്ടയിൽ യുവാക്കളെ ദമ്പതിമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം സമാനതകളില്ലാത്തതാണ്. ഓണം ആഘോഷിക്കാൻ എന്ന് പറഞ്ഞാണ് റാന്നി സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത്. 26 സ്റ്റേപ്ലർ പിന്നുകളാണ് യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചത്. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജയേഷ് മർദ്ദിക്കുന്നത് രശ്മിയാണ് ഫോണിൽ പകർത്തിയിരുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനും മർദ്ദനമേറ്റ വിവരം പുറത്തുവന്നത്. തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയായ യുവാവിനെ മുൻ സഹപ്രവർത്തകനായ ജയേഷ് ഫോണിൽ വിളിക്കുന്നത്. വൈകുന്നേരം ഒന്നിച്ചിരിക്കാമെന്നാണ് ജയേഷ് ഫോണിൽ പറഞ്ഞത്. വൈകിട്ട് 4 മണിയായപ്പോൾ ജയേഷിൻ്റെ വീട്ടിലെത്തിയെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. അവിടെ ജയേഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പെപ്പർ സ്പ്രേയും മറ്റെന്തോ സ്പ്രേയും മുഖത്തടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ ബോധം പോകുന്നത് പോലെയായി. അത് കഴിഞ്ഞ് കൈകൾ കൂട്ടിക്കെട്ടി. പിന്നെ തൂക്കി നിർത്തിയിട്ട് കാലുകളും കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി. വീട്ടിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആക്രമിച്ചു. രശ്മി ആയുധങ്ങൾ കൊണ്ടുവരും, ജയേഷ് അത് വെച്ച് ഇടിക്കും. ഇതെല്ലാം രശ്മി ഫോണിൽ റെക്കോർഡ് ചെയ്യും. മർദ്ദനം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഖം പിഴുതെടുക്കാൻ നോക്കി. 5 വിരലിലും നഖത്തിനിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം വലിച്ചുപിടിച്ച് മൊത്തം സ്റ്റാപ്ലർ പിന്നടിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതെല്ലാം നീക്കം ചെയ്തത്. 26 പിന്നുകളാണ് അടിച്ചത്. മർദ്ദനത്തിൽ നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ടായി. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് പ്രതികൾ നടത്തിയതെന്നും സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാനാവാത്ത അത്ര ക്രൂരമായ പീഡനമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനായ റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിതമുണ്ടായിരുന്നതായി ഭർത്താവ് ജയേഷ് സംശയിച്ചിരുന്നതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രശ്മിയുടെ ദൃശ്യങ്ങൾ യുവാവിൻ്റെ ഫോണിലുണ്ടെന്നും ജയേഷ് സംശയിച്ചു. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിക്രൂര പീഡനം നടത്തിയത്. ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. യുവാവ് അവശനായതിന് പിന്നാലെ സ്കൂട്ടറിൻ്റെ നടുവിലിരുത്തി കൊണ്ടുപോവുകയും ഇയാളെ റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. മർദ്ദിച്ചതായി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം പോലീസിനോട് പറയേണ്ട കാര്യങ്ങളും ജയേഷ് യുവാവിനോട് വിശദീകരിച്ചു. യുവാവിന്റെ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പുറത്തു പറയണമെന്നാണ് ജയേഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് യുവാവ് ആദ്യം പോലീസിന് നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് ഈ കള്ളക്കഥ പൊളിക്കുകയായിരുന്നു. യുവാവിന്റെ കാമുകിയെ ജയേഷും രശ്മിയും നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ദമ്പതിമാരെ കുരുക്കാൻ വഴിയൊരുക്കിയതെന്നാണ് വിവരം. മരിച്ചുപോയ ആരോ ദേഹത്ത് കയറിയതുപോലെയും മറ്റും മർദ്ദനത്തിനിടെ ഇവർ കാട്ടിയിരുന്നതായാണ് യുവാവിന്റെ മൊഴി. ആഭിചാരക്രിയകൾ പോലെ എന്തൊക്കെയോ ചെയ്തു. ദമ്പതിമാരുടെ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും സമാന രീതിയിലാണ് ദമ്പതിമാർ പീഡിപ്പിച്ചത്. രശ്മിയെ കാണാനായി തിരുവല്ലയിലെത്തിയ യുവാവിനെ ജയേഷാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മർദ്ദനത്തിൽ യുവാവിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായും പറയുന്നു. യുവാക്കൾ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതായി അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്.
ന്യൂസ് 18 പത്തനംതിട്ട.